സാധാരണയായി ക്ഷേത്രങ്ങളിൽ ആരാധിക്കാൻ വിഗ്രഹങ്ങളുണ്ട്. എന്നാൽ ഹിമാചലിലെ കുന്നുകൾക്കിടയിൽ മന്ത്രിച്ചു കേൾക്കുന്ന ഒരു ചരിത്രം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ മുൻപ് കേട്ടിട്ടുള്ളതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ പേര് ജ്വാലാദേവി ക്ഷേത്രം എന്നാണ്. ഹിമാചൽ പ്രദേശിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതെ, ജനങ്ങൾ ഇവിടെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് ജ്വാലയാണ്. ഭൂമിക്കടിയിൽ നിന്നും ഉയർന്നു വരുന്ന യഥാർത്ഥ ജ്വാലകൾ രാവും പകലും കത്തിക്കൊണ്ടേയിരിക്കുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി തീ കത്തിക്കൊണ്ടേയിരിക്കുകയാണെന്നും എത്ര മഴ പെയ്താലും എത്ര ശക്തമായ കാറ്റ് വീശിയാലും ഒരിക്കലും ഇത് അണയുകയില്ല എന്നും പറയപ്പെടുന്നു. ഒരുപക്ഷെ മറഞ്ഞിരിക്കുന്ന വാതക ദ്വാരങ്ങളോ അഗ്നിപർവ്വത പ്രവർത്തനങ്ങളോ ആയിരിക്കാം ഇതിന് പിന്നിൽ എന്ന് പറയപ്പെടുന്നു. എന്നാൽ യഥാർത്ഥ കാരണം അവ്യക്തമാണ്. ജ്വാലാദേവി ക്ഷേത്രത്തിന് ഒരു ഐതിഹ്യമുണ്ട്. പാണ്ഡവന്മാർ ആണ് ഇത് നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. ഐതിഹ്യം അനുസരിച്ച് സതീദേവിയുടെ ശരീരം 51 ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടപ്പോൾ ദേവിയുടെ നാവ് ജ്വാലാമുഖി എന്ന പ്രദേശത്ത് വീണു. ഈ പുണ്യസ്ഥലത്ത് ദേവിയുടെ യോഗശക്തിയെ പ്രതിനിധീകരിക്കുന്ന നിത്യജ്വാലകൾ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, മറ്റുള്ളവരിലേക്ക് എത്താൻ ഷെയർ ചെയ്യുക.